ഇവർ കണക്റ്റായി നിൽക്കുന്നത് അങ്കിളിൻ്റെ കൂടെയാണല്ലോ. അപ്പോൾ ഇവരോട് ചോദിക്കുന്നത് അങ്കിളിനെ കുറിച്ച് എന്താ അറിയാം? അങ്കിളിനെ കുറിച്ച് എന്താ അറിയാം? അങ്കിള് പാവാന്ന് എനിക്കറിയുള്ളൂ. സത്യമായിട്ട് അതിനൊക്കെ എങ്ങനെ മനസ്സിലായി ഞങ്ങൾ പാവാന്ന്? അങ്കിള് എന്ത് ചോദിച്ചാലും ആന്ന് പറയും, എല്ലാം സമ്മതിക്കും അല്ലേ, എന്നാണ് എല്ലാം സമ്മതിക്കും അങ്കിള്. അങ്കിള് കൂടെ മിക്കതിലും ഉണ്ടാവും. ചോദിച്ചോ ഞങ്ങൾ പാവാണോ? പാവാണാ? പാവാണ്, പാവാണെന്ന് ഞാൻ കേട്ടത്. അങ്ങനെയൊക്കെ തന്നെ ഞാൻ മഞ്ജുവിനെടുത്തിട്ടുണ്ട്. അതായത് ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ, കുഴപ്പമില്ലല്ലോ അങ്കിൾ? അതായത് അങ്കിൾ ഈ സ്പിരിച്വാലിറ്റിയിൽ ശരിയായിട്ട് കണക്റ്റ് ആകുന്നതിന് മുൻപ് അങ്കിള് IT മേഖലയിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ടെക്നോ പാർക്കിലായിരുന്നു അല്ലേ? എത്ര വർഷം അങ്കിൾ? ടെക്നോ പാർക്കിൽ 11 വർഷമായിരുന്നു. ടോട്ടൽ IT ഇൻഡസ്ട്രിയിൽ 10-25 വർഷത്തിൽ കൂടുതൽ. 25 വർഷത്തിൽ കൂടുതൽ വർക്ക് ചെയ്തു. അപ്പം ഞാൻ കേട്ടതും അറിഞ്ഞതുമായിട്ടുള്ള കാര്യങ്ങൾ വെച്ച് അങ്കിളിൻ്റെ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അങ്കിളിന് ഏകദേശം അപ്പോൾ 1.5 ലക്ഷം അടുപ്പിച്ച് സാലറി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അങ്കിളിന് ഇഷ്ടപ്പെട്ട ഒരു കാറും ഉണ്ടായിരുന്നു അങ്കിളിൻ്റെ കയ്യിൽ, ബൊലേറോ. അതെ, അപ്പം ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്കിൾ ഈ സ്പിരിച്വാലിറ്റിയിൽ അങ്കിളിനൊരു ഇത് കിട്ടിയപ്പോൾ, ഒരു വെളിച്ചം കിട്ടിയപ്പോൾ, ഈ സ്പിരിച്വാലിറ്റിയിൽ അങ്കിൾ ആദ്യത്തെ സ്റ്റെപ്പ് എടുത്ത് വെച്ചപ്പോൾ അങ്കിൾ ആദ്യമായിട്ട് ചെയ്ത ഒരു കാര്യമാണ് 1.5 ലക്ഷം സാലറിയുള്ള ആ ജോബ് അങ്കിൾ രാജിവെച്ചു. പിന്നെയുള്ള കാര്യം, അങ്കിളിൻ്റെ ആ ഇഷ്ടപ്പെട്ട കാറ് അങ്കിളിൻ്റെ ഗുരുവിന് കൊടുത്തു അല്ലേ? അപ്പം ഈ കാറിൻ്റെ കാര്യം ഞാൻ വേറെ ആൾക്കാർ പറഞ്ഞാൽ കേട്ടത്. പക്ഷെ ജോലിയുടെ കാര്യം അങ്കിൾ പറഞ്ഞു. അങ്കിളിനെ കുറിച്ച് അങ്കിൾ അധികം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല, പക്ഷേ ബാക്കി വ്യക്തികൾ പറഞ്ഞ് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. അതിലാണ് ഈ കാറിൻ്റെ കാര്യമൊക്കെ ഞാൻ കേട്ടത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അതെൻ്റെ ഹാർട്ടിൽ കയറി ഭയങ്കരമായിട്ട് ടച്ച് ചെയ്തു. അതെങ്ങനെ സാധിച്ചു എന്നുള്ളത്. ഈ കാര്യമാണ് ആദ്യം അങ്കിളിനെ കുറിച്ച് കേട്ടപ്പോൾ എൻ്റെ ഹാർട്ടിൽ ടച്ച് ചെയ്തതും അങ്കിളിനെ കുറിച്ച് പറയുമ്പോഴും ആദ്യം എൻ്റെ ഹാർട്ടിൽ വരുന്ന കാര്യം ഇതാണ്. കാരണം ഈ കാലഘട്ടത്തിൽ നമുക്ക് വേണ്ടതും നല്ലൊരു ജോലി, നല്ല സാലറി, നല്ല കാറ്, നല്ല വീട്, അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ആ ലെവലിലിരിക്കുന്ന ഒരു വ്യക്തി, ഓൾറെഡി ആ ലെവലിലായിരിക്കുന്ന ഒരു വ്യക്തി ഇതൊക്കെ ഉപേക്ഷിക്കുക എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ കാര്യം തന്നെയാണ്. അപ്പോൾ പെട്ടെന്ന് ഹാർട്ടിൽ അത് എങ്ങനെ എന്നൊരു ക്വസ്റ്റ്യൻ മാർക്ക് വരും. അപ്പോൾ ഈ കാറ് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ പൈസയ്ക്ക് കൊടുക്കാം, പക്ഷെ അങ്കിൾ അതുമല്ല ചെയ്തത്. അങ്കിൾ ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് ചെയ്തത്. അതും അങ്കിളിന് ഏറ്റവും ഇഷ്ടപ്പെട്ട കാറ്. അപ്പം അതെ, എങ്ങനെ? എൻ്റെ ക്വസ്റ്റ്യൻ അതെ, എനിക്ക് ചോദിക്കാനുള്ളത് അതാണ്. അതായത് ഈ കാലഘട്ടത്തിൽ ഏറ്റവും മൂല്യമുള്ള സംഭവങ്ങളെന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അപ്പോൾ ഇതൊക്കെ ഒറ്റ നിമിഷത്തിൽ അങ്ങ് ഞാൻ ആ കാറ് കൊടുക്കുന്ന സമയത്ത് കാറിന് ഏകദേശം 5 ലക്ഷം രൂപ പെൻഡിങ് EMI ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ EMI ഇട്ട് ഒരാളിന് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റുമോ? ഇല്ല. ഏകദേശം ഒരു 3.5 വർഷത്തിലധികം ഞാൻ ആ കാറ് ഞാൻ ഓടിച്ചത് ഓഫ് റോഡ് പർപ്പസിന് വേണ്ടിയിട്ടാണ് കൂടുതൽ യൂസ് ചെയ്തത്. മലകളും കുന്നുകളും കയറാൻ വേണ്ടിയിട്ടാണ്. ഓഫ് റോഡായിരുന്നു കൂടുതലും ആ കാറിൽ പൊയ്ക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ബൊലേറോ എടുക്കാൻ കാരണം. അതുമാത്രമല്ല, കാർ എടുത്തിട്ട് ഒത്തിരി ഞാൻ മോഡിഫൈ ചെയ്തിരുന്നു. അലോയ് വീലൊക്കെ ഇട്ട് ഒത്തിരി മോഡിഫൈ ചെയ്തിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഓഫ് റോഡൊക്കെ ഓടിയതുകൊണ്ട് ആ ടയറൊക്കെ ഏകദേശം അതിൻ്റെ ഗ്രിപ്പൊക്കെ പോയിട്ട് മുട്ടയായി. അപ്പോൾ ഞാൻ കൊടുക്കുന്ന സമയത്ത് കാറിൻ്റെ EMI എല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം ക്ലോസ് ചെയ്ത് ടയറെല്ലാം പുതിയതാക്കി ബ്രാൻഡ് ന്യൂ കാറ് പോലെയാണ് കൊടുത്തപ്പോൾ ഞാൻ കൊടുത്തത്. അല്ലാതെ വെറുതെ ഇരുന്ന കണ്ടീഷനിൽ കൊടുത്തതല്ല. ഓക്കെ, അപ്പോൾ നമ്മളൊരാളിനൊരു ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ ആ ഗിഫ്റ്റ് എപ്പോഴും എന്തായിരിക്കണം? നല്ല പ്രീഷ്യസ് ആയിരിക്കണം. അയാൾക്ക് കിട്ടുമ്പോഴത്തേക്ക് അത് പ്രീഷ്യസ് ആയിട്ട് തോന്നണം. അതുകൊണ്ട് ഞാൻ യൂസ് ചെയ്തിരുന്ന ആ ലെവലിലല്ല കൊടുത്തത്, എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്തിട്ടാണ് കൊടുത്തത്. സോ അങ്ങനെ വേണം നമ്മൾ കൊടുക്കാനായിട്ട്. അപ്പോൾ എനിക്കിതിൻ്റെ പ്രചോദനം എവിടെ നിന്ന് കിട്ടിയെന്നെന്തോ ഇടയ്ക്ക് ചോദിച്ചതുപോലെ തോന്നി. എനിക്ക് പ്രചോദനം കിട്ടിയത് പൗലൂസിന് ഈ ഒരു വെളിച്ചം കിട്ടിയപ്പോൾ പൗലൂസ് തൻ്റെ ലൈഫിനകത്ത് പ്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ചപ്പും ചവറും എന്ന് എണ്ണിയെന്ന. ഓക്കെ, അതായത് ലോകപ്രകാരമുള്ള മൂല്യമുള്ള കാര്യങ്ങളെല്ലാം അദ്ദേഹം വില കുറഞ്ഞ് കണ്ടു. ദൈവികമായിട്ടുള്ള മൂല്യങ്ങളെല്ലാം അദ്ദേഹം വില കൂടി കണ്ടു. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് ഞാൻ പ്രീഷ്യസ് ആയിട്ട് കണ്ട കാര്യങ്ങളെല്ലാം ഞാൻ എന്ത് ചെയ്തു? കൊടുത്തു. അത്രയേ ഉള്ളൂ. അല്ല, ഈ സ്റ്റോറി ഞാൻ എടുത്തു പറയാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ സ്റ്റോറി
അങ്കിളുമായിട്ട് കണക്റ്റായി നിൽക്കുന്ന ചുരുക്കം ചിലവർക്ക് മാത്രമേ അറിയത്തുള്ളൂ. അങ്കിളിനെ ഇപ്പോൾ വീഡിയോ ഇടുമ്പോഴായിരുന്നാലും വിമർശിക്കുന്നവർക്കായിരുന്നാലും അങ്കിളിൻ്റെ ഈ ബാക്കിലെ ഈ സ്റ്റോറി ഒന്നും അറിയത്തില്ല. ചുമ്മാ ഇങ്ങനെ പറയുന്നു എന്നേ അവരൊക്കെ വിചാരിക്കുന്നുള്ളൂ. പക്ഷേ അങ്കിളിന് ബാക്കിൽ ഇങ്ങനെ ഒരു സ്റ്റോറി ഉണ്ട്. അങ്കിൾ ഒരുപാട് ഘട്ടങ്ങൾ കഴിഞ്ഞിട്ടാണ് ഈ ഒരു ലെവലിൽ നിൽക്കുന്നതെന്നൊന്നും അവർക്കറിയത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ സ്റ്റോറി എടുത്തു പറയാനായിട്ടുള്ള ഒരു കാര്യം. അപ്പം എൻ്റെ ലാസ്റ്റത്തെ ഒരു ചോദ്യം എൻ്റെ ഹാർട്ടിൽ കിടക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ കാലഘട്ടത്തിൽ ഇതൊക്കെയാണ് ഭയങ്കര മൂല്യമേറിയ കാര്യമെന്ന് പറയുന്നത്. അപ്പോൾ അത് ഒറ്റ നിമിഷം കൊണ്ട് അങ്കിളിന് വിടാൻ സാധിച്ചത് എങ്ങനെ? സാധാരണ എൻ്റെ അടുത്ത റിലേറ്റീവ്സും കൂട്ടുകാരൊക്കെ എന്നോട് ചോദിക്കും, എപ്പോഴും ചോദിക്കും, നീ കാണിച്ചത് മണ്ടത്തനമല്ലേ, റീതിങ്ക് ചെയ്തുകൂടെ എന്നൊക്കെ ചോദിക്കും. ഇപ്പോൾ മൾട്ടിനാഷണൽ കമ്പനികളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക്, അപ്പോൾ ജോയ്ക്കൊക്കെ ചിലപ്പോൾ കുറച്ചുകൂടെ ഞാൻ പറയുന്ന കാര്യം മനസ്സിലാകും. ഇവരൊക്കെ കുട്ടികളായതുകൊണ്ട് അത്രത്തോളം മനസ്സിലാകത്തില്ല. യു ആർ വർക്കിംഗ് റൈറ്റ്. ഓക്കെ, ഇപ്പോൾ ഒരു മൾട്ടിനാഷണൽ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ളൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അജീവനാന്തം ആ കമ്പനിയിൽ വർക്ക് ചെയ്യാമെന്നൊന്നും അവർ തീരുമാനിക്കത്തില്ല, എസ്പെഷ്യലി പ്രൈവറ്റ് കമ്പനിയിൽ. അപ്പോൾ ഒരു 2-3 വർഷമൊക്കെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട്, അല്ലെങ്കിൽ മാക്സിമം ഒരു 5 വർഷമൊക്കെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ബെറ്റർ ആയിട്ടുള്ളൊരു ഓപ്ഷൻ കിട്ടുമ്പോൾ, കുറച്ചുകൂടെ നല്ല സാലറി ഹൈക്കും നല്ലൊരു പൊസിഷനും ഒക്കെ വേറെ ഏതെങ്കിലും ഒരു കമ്പനി ഓഫർ ചെയ്യുമ്പോൾ ഈ വ്യക്തി എന്ത് ചെയ്യും? ആ കമ്പനിയിൽ റെസിഗ്നേഷൻ എഴുതും, അല്ലേ? റെസിഗ്നേഷൻ എഴുതിയിട്ട് പുതിയ കമ്പനിയിൽ പുതിയ സ്കെയിൽ ഓഫ് പേയിൽ പുതിയ പൊസിഷനിൽ പോകാനായിട്ട് റെഡിയാവും. ദുഃഖിച്ചിട്ടായിരിക്കുമോ പോകുന്നത്? പിന്നെ എന്തുകൊണ്ടാണ്? പുതിയ കമ്പനി അപ്പോൾ വർക്ക് ചെയ്തതിനേക്കാളും അപ്ഗ്രേഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കുറച്ചുകൂടെ മേന്മയുള്ളൊരു കമ്പനി. സാലറിയോ ഇപ്പോൾ വർക്ക് ചെയ്തതിനേക്കാളും ചിലപ്പോൾ ഡബിളോ കൂടുതലോ ഉണ്ടാകാം. പൊസിഷനോ ഇപ്പോൾ വർക്ക് ചെയ്തതിനേക്കാളും ഹയർ പൊസിഷനാകാം. സോ അങ്ങനെ ഒരു പൊസിഷനിലുള്ളൊരു കമ്പനിയിലേക്ക് പോകുമ്പോൾ ഒരിക്കലും ദുഃഖത്തോടു കൂടെ അല്ല പോകുന്നത്, വളരെ സന്തോഷത്തോടു കൂടെ, വളരെ പ്രതീക്ഷയോടുകൂടെ അങ്ങനെ പോകുന്നത്, അല്ലേ? ആരെങ്കിലും ദുഃഖിച്ചിട്ട് പോകുമോ? ഇല്ല. അപ്പോൾ ഞാൻ എത്തി നിന്ന ആ ഒരു IT പൊസിഷൻ, ഒരു IT മാനേജർ എന്ന് പറയുന്നത് ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള പൊസിഷനാണ്, അല്ലേ? ആണ്. സോ ആ പൊസിഷനെ ഞാൻ മതിയാക്കി റിസൈൻ ചെയ്യുമ്പോൾ ഞാൻ അടുത്ത് ജോയിൻ ചെയ്യുന്നത് എവിടെയാണ്? അടുത്ത് ജോയിൻ ചെയ്യുന്ന കമ്പനി ഏതാ? ദൈവത്തിൻ്റെ കമ്പനിയിലാണ്, ദ കിങ്ഡം ഓഫ് ഗോഡാ. അതിനോട് താതാത്മ്യം പ്രാപിക്കാൻ ഈ ഭൂമിയിൽ ഏതെങ്കിലും കമ്പനി ഉണ്ടോ? ഒന്ന് കമ്പയർ ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും പറ്റത്തില്ല. സോ ഞാൻ ജോയിൻ ചെയ്യുന്ന കമ്പനി എന്ന് പറയുന്നത് ഈ ലോകത്തിൽ മാത്രമല്ല, അടുത്ത ഒരു സ്പിരിച്വൽ റലത്തിൽ നിൽക്കുന്ന ലോകത്തിലെയും ഏറ്റവും വലിയ മൂല്യമുള്ള ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു കമ്പനിയിലാണ് ഞാൻ ജോയിൻ ചെയ്യുന്നത്. അവിടുത്തെ CEO ആരാ? ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച വ്യക്തി അവിടുത്തെ CEO. ഫൈൻ. ആ CEO എൻ്റെ ആരാ? ഹീസ് മൈ ഡാഡ്. സോ ഞാൻ അടുത്ത് ജോയിൻ ചെയ്യുന്ന കമ്പനിയിൽ ഞാൻ ആരുടെ കൂടെ ജോയിൻ ചെയ്യുന്നത്? എൻ്റെ അപ്പൻ്റെ കൂടെ, അപ്പൻ്റെ രാജ്യത്തിനകത്ത് CEO കഴിഞ്ഞ് അടുത്ത പൊസിഷൻ ആർക്കാ? എനിക്കാ. ഓക്കെ, ഒരു CEOയിൽ അപ്പൻ്റെ കമ്പനിക്കകത്ത് ജോലി ചെയ്യുന്ന മകന് സാലറിയാണോ പ്രോഫിറ്റാണോ കിട്ടുന്നത്? ഏതാ മൂല്യമുള്ളത്? സാലറിക്കാണോ പ്രോഫിറ്റിനാണോ മൂല്യം കൂടുതൽ? ഏത് തുകയാണ് വലിയ തുക? അപ്പോൾ പ്രോഫിറ്റും സാലറിയും തമ്മിൽ കമ്പയർ ചെയ്യാൻ പോലും പറ്റത്തില്ല. ചിലപ്പോൾ ഒരു എംപ്ലോയിക്ക് കിട്ടുന്ന മാക്സിമം 1 കോടി രൂപയൊക്കെ കിട്ടുമായിരിക്കും. ഓക്കെ, ചിലപ്പോൾ പ്രോഫിറ്റ് ഒരു വർഷം വരുന്നത് എത്രയെന്നറിയാമോ? ചിലപ്പം 100 കോടിയോ 1000 കോടിയൊക്കെ ആയിരിക്കും പ്രോഫിറ്റ് വരുന്നത്. 1 കോടി സാലറി എവിടെ കിടക്കുന്നു? 100 കോടി പ്രോഫിറ്റ് എവിടെ കിടക്കുന്നു? ഓക്കെ, അപ്പോൾ ഞാൻ ജോയിൻ ചെയ്തത് ഏതെങ്കിലും ലുട്ടിലൊടുക്ക് കമ്പനിയിലൊന്നും അല്ല, ഏതെങ്കിലും ലുട്ടിലൊടുക്ക് പൊസിഷനിലും അല്ല. ആ ഉറപ്പുള്ളത് കൊണ്ട് എനിക്ക് എൻ്റെ സോഫ്റ്റ്വെയർ ഇൻഡസ്ട്രിയും സോഫ്റ്റ്വെയറിലെ ജോലിയൊക്കെ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അങ്കിൾ ഇത്രയും പറഞ്ഞപ്പോൾ ഇത് കേൾക്കുന്ന ചില വ്യക്തികൾക്ക് ചിലപ്പോൾ ഇങ്ങനെ ചിന്ത വരാം. അതായത് കിട്ടിക്കൊണ്ടിരുന്നതിലും അത് കളഞ്ഞിട്ട് വേറെ ഒന്നിൽ കയറിയപ്പോൾ ഇത് കിട്ടിക്കൊണ്ടിരുന്നതിനേക്കാളും ഇപ്പം സാലറി ഇതിനേക്കാളും പൈസ മേടിക്കാനാണ്, പൈസ ഉണ്ടാക്കാനാണ് എന്നൊക്കെ ചിന്ത വരാം ഇതിലോട്ട് കയറിയത്. അപ്പോൾ അങ്കിളിൻ്റെ ശരിയായിട്ടുള്ള ലക്ഷ്യം എന്തായിരുന്നു ഇതിൽ കയറുമ്പോൾ? ഞാൻ ഒരു കമ്പാരിസൺ പറഞ്ഞു. ഒരു കമ്പനിയിൽ നിന്ന് മറ്റൊരു കമ്പനിയിലേക്ക് ഒരു എന്താ സാലറി ഹൈക്കോട് കൂടെ ഒരു പ്രൊമോഷനോടുകൂടെ പോകുന്നത് പോലെയാണ് ഞാനിതെന്ന് പറയുമ്പോൾ ഞാനൊരു കമ്പാരിസൺ പറഞ്ഞതാണ്. ഒരു IT ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തി എന്നുള്ള നിലയിലും
നിങ്ങളൊക്കെ ലാപ്ടോപ്പ് ഉപയോഗിച്ചിട്ടുണ്ടോ? കമ്പ്യൂട്ടർ ഉപയോഗിച്ചിട്ടുണ്ടോ? ഓക്കെ. ലോകത്തിൽ 90% ആൾക്കാരും ലാപ്ടോപ്പോ കമ്പ്യൂട്ടറോ ഒക്കെ ഉപയോഗിക്കുന്ന വ്യക്തികളാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ. സോ ഈ 90% ആൾക്കാരിലും ഏകദേശം ഒരു മോർ ദാൻ 85% ആൾക്കാർ ലാപ്ടോപ്പ് മേടിക്കുമ്പോൾ, കമ്പ്യൂട്ടർ മേടിക്കുമ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിട്ടുള്ള മൈക്രോസോഫ്റ്റ് എന്ന് പറയുന്ന സാധനം, മൈക്രോസോഫ്റ്റ് വിൻഡോസ്, ഓക്കെ, മൈക്രോസോഫ്റ്റ് വിൻഡോസ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം കാശ് കൊടുത്ത് മേടിക്കാറില്ല. ഉണ്ടോ? ഇല്ല. എല്ലാവരും ഉപയോഗിക്കുന്ന പൈറേറ്റഡ് വെർഷൻ തന്നെയാണ്. ഈ മൈക്രോസോഫ്റ്റ് വിൻഡോസ് എന്ന് പറയുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം കമ്പൽസറി ആയിട്ട് ലാപ്ടോപ്പിനകത്തുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആ ലാപ്ടോപ്പ് ഉപയോഗിക്കാൻ പറ്റത്തുള്ളൂ, ഇല്ലേ? അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റമായിരുന്നു. സോ മെജോറിറ്റി പോപ്പുലറായിട്ടിരിക്കുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് ഏതാ? മൈക്രോസോഫ്റ്റിൻ്റെ വിൻഡോസാണ്. പൈസ കൊടുത്താലും ഉപയോഗിക്കാറുമില്ല. ഇതുണ്ടാക്കിയിരിക്കുന്ന കമ്പനിയുടെ CEO ആരെന്നറിയോ? ഓണർ ആരെന്നറിയോ? ആരാ? ബിൽ ഗേറ്റ്സ്. ബിൽ ഗേറ്റ്സ് ഇത്രയും ആൾക്കാർക്ക് സോഫ്റ്റ്വെയർ ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ കൊടുക്കാനായിട്ട് അങ്ങേര് പൊട്ടനാണോ? അങ്ങേര് ഫേമസ് ആണോ? റിച്ചാണോ? വേൾഡിലെ ഫേമസ് ആയിട്ടുള്ള വ്യക്തിയാണ്. വേൾഡിലെ ടോപ്പ് 10 റിച്ചായിട്ടുള്ള വ്യക്തിയാണ്. സോ അദ്ദേഹം കാശുണ്ടാക്കുന്നത് എങ്ങനെയാ? ഫ്രീ ആയിട്ട് ആൾക്കാർക്ക് സോഫ്റ്റ്വെയർ കൊടുത്തിട്ടാ? ആണോ? പക്ഷേ എങ്ങനെയാണ് അങ്ങനെ കാശുണ്ടാക്കുന്നത്? ഫ്രീ ആയിട്ട് കൊടുത്തു കഴിഞ്ഞാൽ. സോ അതിനകത്ത് അങ്ങേർക്ക് ഉള്ള ലോജിക്ക്, അദ്ദേഹത്തിൻ്റെ തോട്ട് പ്രോസസ്സും അദ്ദേഹത്തിൻ്റെ ആ കമ്പനിക്കകത്തുള്ള സീക്രട്ടും ഒക്കെ വേറെയാണ്. ആൾക്കാരെ ഊറ്റിയിട്ടാണോ? അപ്പം ഞാൻ നിൽക്കുന്നത് ആൾക്കാർ ഊറ്റുന്നൊരു പാസ്റ്ററായിട്ടോ, ആൾക്കാർ ഊറ്റുന്ന ഒരു അച്ഛനായിട്ടോ, ഒരു പ്രീസ്റ്റായിട്ടൊന്നുമല്ല. ഞാൻ നിൽക്കുന്ന ആരായിട്ടാണ്? ദൈവം പോറ്റുമ്പം പിച്ചക്കാരനെ പോലെ പോറ്റുമോ? ബിക്കോസ് മൈ ഡാഡി ഈസ് റിച്ചായിട്ടുള്ള ഡാഡിയുടെ മോൻ എങ്ങനെ ജീവിക്കണം? റിച്ചായിട്ട് തന്നെ ജീവിക്കണം. എന്നെ കണ്ട ഒരു പട്ടിണി കോലത്തിൽ ജീവിക്കുന്ന ആളായിട്ട് തോന്നുന്നുണ്ടോ? ഞാൻ ജോലി വിട്ടിട്ട് ഇപ്പോൾ 10 വർഷത്തിൽ കൂടുതലായി. ഓക്കെ. എൻ്റെ ഒരാവശ്യം ഇന്നയോളം മുടങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞ് ഞാൻ ആരുടെ ചോദിക്കാറില്ല. നിങ്ങൾ 2 പ്രാവശ്യം എൻ്റെ അടുത്ത് വന്നില്ലേ? ഇവലെ ഒരു 5000 രൂപ ഫീസ് കൊണ്ടുവന്ന് ഞാൻ നിൻ്റെ അടുത്ത് പറഞ്ഞിരുന്നോ? അപ്പം എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞായിട്ട് ഓർമ്മയുണ്ടോ? ഇല്ല. ഉണ്ടോ? ഇല്ല. 2 പ്രാവശ്യം വന്നപ്പോഴും നിങ്ങൾ എൻ്റെ അക്കൗണ്ടിൽ ഒരു കാശ് ഇട്ടു. ഞാൻ ചോദിച്ചിട്ടാണോ ഇട്ടെ? ഇല്ല. പക്ഷെ കാശ് ഇട്ടോ? ഇട്ടു. എന്തിനാ ഇട്ടെ? എനിക്ക് വേണ്ടിയാണോ നിങ്ങൾക്ക് വേണ്ടിയാണോ? ആണ് അല്ലേ? അപ്പോൾ അതിൻ്റെ വർധനവ് എനിക്ക് ഉണ്ടാവുമോ ഇല്ലയോ? ഉണ്ടാവും. സോ ഇത് വേറൊരു പ്രിൻസിപ്പിളാണ്. ആരുടെ കൈനീട്ടി മേടിക്കുന്ന രീതിയിലുള്ള കാര്യമല്ല, പക്ഷെ ഇത് മറ്റൊരു പ്രിൻസിപ്പിളാണ്. ഏതുപോലെ ബിൽ ഗേറ്റ്സ് ഉപയോഗിക്കുന്നത് പോലെയുള്ള ഒരു വിസ്ഡമാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. ഓക്കെ. ആൾക്കാരെ പറ്റിച്ചും തട്ടിച്ചും പൈസ ഉണ്ടാക്കുന്ന ഒരു പരിപാടി അല്ല. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു മേഖലയിലേക്ക് കാലെടുത്ത് വെക്കുന്നത് എനിക്ക് റിച്ചാവാനോ 4 കാശുണ്ടാക്കാനോ വേണ്ടിയിട്ടല്ല. പക്ഷേ ഞാൻ പാപ്പരായിട്ട് ജീവിക്കത്തുമില്ല, റിച്ചായിട്ടേ ജീവിക്കത്തുള്ളൂ. സോ അത് ഒരു ആറ്റിറ്റ്യൂഡാണ്, അതൊരു ലൈഫ് സ്റ്റൈലാണ്, അതൊരു കൾച്ചറാണ്. ഓക്കെ. രാജാവ് എങ്ങനെയാണ് ജീവിക്കുന്നത്? രാജാവ് രാവിലെ ഒരു പാത്രം എടുത്ത് ഇറങ്ങുമല്ലേ, ഭിക്ഷ ചോദിച്ചുകൊണ്ട് പ്രജകളുടെ അടുത്തേക്ക്. പിന്നെ രാജാവ് ആരുടെ ചോദിക്കണ്ട. ഏറ്റവും മേന്മയുള്ള കാര്യങ്ങൾ രാജാവിൻ്റെ മുമ്പിൽ ആര് കൊണ്ട് വെക്കും? പ്രജകൾ കൊണ്ട് വെക്കും. അത് രാജാവ് ചോദിച്ചിട്ടൊന്നുമല്ല. അപ്പോൾ രാജാവിൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ റോയലാണ്. അതാ രാജാവിൻ്റെ തോട്ട് പ്രോസസ്സാണ്. റൈറ്റ്. സോ അത് ആ ഒരു കൾച്ചറിലേക്ക് ജനങ്ങൾക്ക് എത്താനായിട്ട് കുറച്ചുകൂടെ കാലഘട്ടം എടുക്കും, എസ്പെഷ്യലി മലയാളികൾക്ക്. നമ്മൾ പറഞ്ഞാലൊന്നും പെട്ടെന്ന് ഉൾക്കൊള്ളാൻ പറ്റത്തില്ല. ഓക്കെ. ഏകദേശം ക്ലിയർ ആയോ? അപ്പോൾ അങ്കിളുടെ ജോലി കളഞ്ഞു, വണ്ടി കളഞ്ഞു, ഇതെല്ലാം കളഞ്ഞല്ലോ. അപ്പോൾ ഫാമിലി റിലേറ്റീവ്സ് അവർ എതിർത്ത് ലൈക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ അങ്കിൾ എങ്ങനെയാണ് ഡീൽ ചെയ്തതെന്ന് പറയാം. ഓക്കെ. ഏകദേശം 25 വർഷത്തോളം IT മേഖലയിൽ നിന്ന് 1.5 ലക്ഷം രൂപ സാലറിയൊക്കെ മേടിച്ചുകൊണ്ടെന്ന ഒരു സുപ്രഭാതത്തിൽ ഞാൻ ജോലിക്ക് പോകുന്നില്ല എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അപ്പനും അമ്മയ്ക്കും ഭാര്യയ്ക്കും കുഞ്ഞിനും എന്തുണ്ടാവും? ഒരു ഞെട്ടലുണ്ടാവും. കാരണം അടുത്ത മാസം തൊട്ട് എന്തില്ല, ഈ കിട്ടിക്കൊണ്ടിരിക്കുന്ന സാലറി ഇല്ല. സോ കുറേ നാളുകളെടുത്തു ഞാൻ എന്താണ് ഡിസിഷൻ എടുത്തതെന്നും ഇതിൻ്റെ പവിത്രത എന്താണെന്നും ഒക്കെ മനസ്സിലാക്കാനായിട്ട് കുറേ നാളുകളെടുത്തു. സ്വാഭാവികമായിട്ടും അവരുടെ മുമ്പിലുള്ള ക്വസ്റ്റ്യൻ മാർക്ക് ഇനി എങ്ങനെ ജീവിക്കും എന്നുള്ളതായിരുന്നു. കാരണം എന്തില്ല? കാശില്ല. ഓക്കെ. മത്തായി സുവിശേഷം 6-ാം അധ്യായത്തിനകത്ത് ജീസസ് പറയുന്നൊരു കാര്യമുണ്ട്.
ഈ പ്രപഞ്ചത്തിനെ ഇങ്ങനെ നോക്കി, കാക്ക കരയുന്നുണ്ടല്ലേ, കിളികൾ കരയുന്നുണ്ടല്ലേ. നമ്മൾ കാടിനകത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ മൃഗങ്ങളുടെ ഒച്ചയും കേൾക്കും അല്ലേ. ഓക്കെ, ഈ കാക്കയ്ക്ക് എല്ലാ ദിവസവും ഇവിടുത്തെ നാട്ടുകാർ ഫുഡ് കൊടുക്കുമായിരിക്കും അല്ലേ. പിന്നെ ഈ കരയുന്ന കിളികളില്ലേ, ഇതിനൊക്കെ ആരാ ഫുഡ് കൊടുക്കുന്നത്? ഫുഡ് ആരും കൊടുക്കുന്നില്ല, ഇല്ല. കാട്ടിലെ മൃഗങ്ങൾക്കോ? കാട്ടിൽ 4, 3, 7 മൃഗങ്ങളുണ്ടാവും അല്ലേ. പിന്നെ അതിനൊക്കെ ആരാ ആഹാരം കൊടുക്കുന്നത്? നിങ്ങൾ നാഷണൽ ജിയോഗ്രഫിക് ചാനലും ഡിസ്കവറി ചാനലും ഒക്കെ കണ്ടിട്ടുണ്ടാവും. അതിലേതെങ്കിലും ഒരു പ്രോഗ്രാമിനിടയ്ക്ക് കാട്ടിലെ മൃഗങ്ങൾ പട്ടിണി കിടന്ന് ചത്തതായിട്ട് ഏതെങ്കിലും ഫീച്ചേഴ്സ് വന്നിട്ടുണ്ടോ? ഇല്ല. കടലിൽ ഇഷ്ടംപോലെ മത്സ്യങ്ങളുണ്ടല്ലേ, പല വെറൈറ്റി. ഏതെങ്കിലും മത്സ്യങ്ങൾ പട്ടിണി കിടന്നിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഇല്ല. അപ്പോൾ അവരെയൊക്കെ പോറ്റുന്നത് ആരാ? അവരെ സൃഷ്ടിച്ചത് ആരാണോ ആ സൃഷ്ടാവ് തന്നെയാണ് അവരെയൊക്കെ പോറ്റുന്നത്. നമ്മെ സൃഷ്ടിച്ചതാരാ? അപ്പോൾ നമ്മളെ പോറ്റേണ്ടതാരാ? പക്ഷെ നമ്മളെ പഠിപ്പിച്ചിരിക്കുന്നത് എന്താ? നമ്മളെ പഠിപ്പിക്കുന്നത് എന്താ സ്കൂളിൽ? എടാ നീ പഠിച്ച് ഏതെങ്കിലും ഒരു സ്ഥാപനത്തിനകത്ത് അടിമയെപ്പോലെ ജോലി ചെയ്ത് കിട്ടുന്ന നക്കാപ്പിച്ച വാങ്ങിച്ച് കുടുംബം നയിക്കണമെന്നാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. ഇത് ഏതിൻ്റെ പാരമ്പര്യം എന്നറിയോ? പണ്ട് ബ്രിട്ടീഷുകാർ ഭരിച്ചതിൻ്റെ ബാക്കി പാരമ്പര്യമാണ്. ബ്രിട്ടീഷുകാർ ഇട്ട് തരുന്ന എന്തെങ്കിലും നക്കാപ്പിച്ച വാങ്ങിച്ച് അന്നത്തെ ജനങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നു അടിമ വ്യവസ്ഥയിൽ. ആ അടിമത്വത്തിൻ്റെ ബാക്കിയാണ് ഇന്നും നമ്മളെ പഠിപ്പിക്കുന്നത്. എന്തുവാ? പഠിച്ച് എന്ത് ചെയ്യണം? ഏതെങ്കിലും ഒരു സ്ഥാപനത്തിൽ ജോലി മേടിച്ചിട്ട് എന്ത് ചെയ്യണം? കിട്ടുന്ന നക്കാപ്പിച്ച പൈസയും മേടിച്ച് ജീവിതം അവസാനിപ്പിച്ചോണം. ഇതിനൊരു മാറ്റം വരണ്ടേ? ഒരു ഫ്രീഡം വരണ്ടേ? സ്വാതന്ത്ര്യത്തിൽ ജീവിക്കണ്ടേ? ആരും വെച്ച് സാറേ സാലറി എന്ന് പറഞ്ഞ് ചോറ് നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ആണോ? സാറ് ഒരു ലീവ് എടുത്തോട്ടെ, സാർ 2 ദിവസം ലീവ് തരുമോ? കൊച്ചിന് ഒട്ടും വയ്യ സാറേ, ഇതിൻ്റെ ആവശ്യമുണ്ടോ? നമ്മൾ അടിമയാണോ? അപ്പോൾ ദൈവം വച്ചിരിക്കുന്ന വ്യവസ്ഥ ഈ പ്രപഞ്ചത്തിലെ എല്ലാ മൃഗങ്ങൾക്കും പക്ഷികൾക്കും ഈ സർവ്വപ്രപഞ്ചത്തിനും സ്വാതന്ത്ര്യമാണെങ്കിൽ അതിനേക്കാൾ സ്വാതന്ത്ര്യമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മെ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ കൾച്ചർ, തോട്ട് പ്രോസസ്സ് മാറുമ്പോൾ നമുക്കൊരു ഫ്രീഡം ലൈഫ് കിട്ടും. അപ്പോൾ ഇത് പെട്ടെന്ന് അപ്പനും അമ്മയ്ക്കും ഭാര്യയ്ക്കും കൊച്ചിനും ഒന്നും ഉൾക്കൊള്ളാൻ ആദ്യം പറ്റിയില്ല. പക്ഷേ എൻ്റെ ലൈഫ് ഇങ്ങനെ മുമ്പോട്ട് പോകുന്ന കണ്ടപ്പോൾ പതുക്കെ അവർ വരുന്നുണ്ട്. ഇന്നും കംപ്ലീറ്റായിട്ട് അവർക്ക് ഉൾക്കൊള്ളാനൊന്നും പറ്റിയിട്ടില്ല. ഒരു ഹെവൻലി കൾച്ചറിനകത്ത് കിടക്കുന്ന കാര്യങ്ങളൊന്നും ലോകത്തിലെ കണ്ണിൽ നിൽക്കുന്ന മനുഷ്യന് മനസ്സിലാകത്തില്ല. അതിന് അവർക്കൊരു പരിവർത്തനം വന്നാലേ മനസ്സിലാകത്തുള്ളൂ. ഇന്നും നമ്മുടെ ഈ ഒരു സ്പിരിച്വൽ സർക്കിളിനകത്ത് നിൽക്കുന്ന വ്യക്തികൾക്ക് നമ്മുടെ കാര്യങ്ങൾ അറിയാം. പക്ഷേ പുറമേ നിന്ന് വന്ന ഒരു ലോകത്തിലെ കണ്ണോടുകൂടെ ഒരു വ്യക്തി അകത്ത് വന്ന് നോക്കുമ്പോൾ ഇതിനകത്ത് കിടക്കുന്ന ബന്ധങ്ങളെയും ഇതിനകത്ത് കിടക്കുന്ന സിസ്റ്റത്തിനെയും ഇതിനകത്ത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളെയൊക്കെ അവർ നോക്കുന്നത് വേറൊരു കണ്ണിലൂടെയാണ്. അവർ പുറത്ത് പോയിട്ട് എന്ത് പറയും? ഇവിടെ നടക്കുന്ന എന്നാ പരിപാടിയാ ഇതൊക്കെ പറയത്തുള്ളൂ. കാരണം എന്താ? അവരിതേ കണ്ടിട്ടുള്ളൂ, അവരിതേ ശീലിച്ചിട്ടുള്ളൂ. ഈ കൾച്ചർ എന്താണെന്ന് അവർക്ക് അറിയത്തില്ല. ഓക്കെ, അപ്പോൾ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ എങ്ങോട്ട് വരണം? ഇതിനകത്ത് വന്ന് ദിവസങ്ങൾ, ആഴ്ചകൾ, മാസങ്ങൾ നമ്മളുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമേ നമ്മളെന്താണെന്ന് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ ജോ വന്നിട്ട് എത്ര നാളായി? ഏകദേശം 1 വർഷമായി. 1 വർഷമാണ്, കൂടുതലായില്ലേ? എത്രേ? ജോ വന്നിട്ട് ഏകദേശം ഒരു 3 വർഷത്തിൽ കൂടുതലാവുന്നു. അപ്പോൾ 3 വർഷത്തിൽ കൂടുതലായിട്ടും ജോ എന്തിനാണ് ഇതിനകത്ത് നിൽക്കുന്നത്? ഇതിനകത്ത് വേറെ പ്രശ്നങ്ങളുണ്ടോ? ഉണ്ടെങ്കിൽ നിൽക്കുമോ? ഇല്ല. ജോയ്ക്ക് ഫാമിലി ഇല്ലേ? അമ്മയുണ്ട്, സഹോദരനുണ്ട്, ഫാമിലിയുണ്ട്, ഇല്ലേ? സോ നമ്മുടെ ഈ അസോസിയേഷനകത്ത് നിൽക്കുമ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും അഗ്ലിനെസ് കാണുകയാണെങ്കിൽ 3 വർഷമായിട്ട് നിൽക്കത്തില്ല. റൈറ്റ്? അഭി വന്നിട്ട് എത്ര നാളായി? 2 വർഷമായി. അഭി ഇതിനകത്ത് നിൽക്കുന്നത് അപ്പൻ്റെ അമ്മയുടെ അറിവോട് കൂടെയാണോ അതോ ഒളിച്ചും പാത്തും വരുന്നതാണോ? അപ്പൻ്റെ അമ്മയുടെ അറിവോട് കൂടെയാണ്. അപ്പോൾ അവർക്കറിയാം ഇതിനകത്ത് എന്താ നടക്കുന്നതെന്ന്. റൈറ്റ്? ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വരുമ്പോൾ അസ്വസ്ഥതയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യത്തില്ല? കൂടെ നിൽക്കുമോ? നിൽക്കത്തില്ല. അപ്പോൾ എത്ര നാൾ നിന്നാലേ അറിയാൻ പറ്റുന്നേ? ഒരു ദിവസം നിന്ന് അറിയാൻ പറ്റുമോ? 2 ദിവസം വന്ന് നിന്ന് അറിയാൻ പറ്റുമോ? 1-2 ദിവസം നിന്നിട്ട് പോകുന്നവർക്കാണ് എന്താണെന്ന് മനസ്സിലാകാത്തത്. അപ്പോൾ അവർ പോയി പലതും പറയും. പക്ഷേ ഇതിനകത്ത് വന്ന് 1-2 മാസമോ അല്ലെങ്കിൽ 1-2 വർഷമോ നിൽക്കുമ്പോൾ നമ്മുടെ കൾച്ചർ എന്താണെന്ന് അവർക്ക് മനസ്സിലാവും. ഇവർ വന്നിട്ട് 2 പ്രാവശ്യമായിട്ട് വരുന്നുണ്ട്. എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു 40 കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊന്നും മനസ്സിലാകത്തില്ല. അവരുടെ തോട്ടൊക്കെ അടിച്ചു പോയി, അവരൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ശരിക്കും കർത്താവ് അതുകൊണ്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് വിളിച്ചത് ആരെയാണ്? അമ്മച്ചിമാരെ, അപ്പൂപ്പന്മാരെയാണോ? പിന്നെ ആരെയാ? കുട്ടികളെ അല്ലേ? ചെറുപ്പക്കാരെ അല്ലേ? കർത്താവ് ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തപ്പം അപ്പൂപ്പന്മാരെയാണോ തിരഞ്ഞെടുത്തത്? പിന്നെ അല്ല വായുവറൻ്റായിട്ടുള്ള
നല്ല യങ്സ്റ്റേഴ്സ് ആയിട്ടുള്ള ചോരത്തിളപ്പുള്ള വ്യക്തികളെ കർത്താവ് തിരഞ്ഞെടുത്തല്ലേ? 12 ശിഷ്യന്മാരും അങ്ങനെയായിരുന്നു. സോ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ അങ്ങനെയുള്ള ചോരത്തിളപ്പുള്ള വ്യക്തികൾക്ക് മനസ്സിലാകത്തുള്ളൂ, അല്ലാതെ ആർക്ക് മനസ്സിലാകത്തില്ല. എനിക്കെത്ര വയസ്സായെന്നറിയോ? 33.5. അതിൽ കൂടുതൽ പറയുമോ? അതിൽ കൂടുതൽ പറയുമോ? അത് ഞാൻ ഇതൊക്കെ ഗ്രേ ചെയ്തിരിക്കുന്നുണ്ടല്ലേ. നീ മുടി ഗ്രേ ചെയ്തിട്ടില്ലേ? ഓക്കെ, അപ്പോൾ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക, നമ്മുടെ പ്രകൃതം അങ്ങനെയല്ലേ. അപ്പോൾ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം. വേറെ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? അപ്പോൾ ഇന്നെന്തായാലും വേണ്ട, നമുക്ക് അടുത്ത സെഷനിൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, അപ്പോൾ ജോയ്ക്കും എന്തൊക്കെ ചോദിക്കാനുണ്ടല്ലേ? ജോയ്ക്ക് എന്തോ ചോദിക്കാനല്ലേ, എന്തൊക്കെ പൊളിക്കാനുള്ളൊരു മൈൻഡിലാണ് ജോയ് ഇരിക്കുന്നത്. തരാം.